നമസ്കാരം. ചൈനീസ് പൗരന്മാരുടെ മരണത്തിന് ഇടയാക്കിയ ഭീകരാക്രമണത്തിന് പിന്നിൽ അഫ്ഗാനിസ്ഥാനാണ് എന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ചാവേറായി എത്തി ആക്രമണം നടത്തിയത് അഫ്ഗാൻ പൗരനാണ് എന്നുകൂടി പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ മാർച്ചിലായിരുന്നു പാകിസ്ഥാനിൽ ഭീകരാക്രമണം ഉണ്ടായത്. പാകിസ്ഥാൻ സൈനിക വക്താവ് മേജർ ജനറൽ അഹമ്മദ് ഷാരിഫാണ് അഫ്ഗാനിസ്ഥാനെതിരെ ഈ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയത്. ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് അഫ്ഗാനിസ്ഥാനാണ് എന്നായിരുന്നു അഹമ്മദ് ഷാരിഫ് പറഞ്ഞത്. ഭീകരാക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ച കാർ നിർമ്മിച്ചത് അഫ്ഗാനിസ്ഥാനിലാണ്. ഭീകരാക്രമണത്തിന് ചാവേറായതും അഫ്ഗാൻ പൗരൻ തന്നെ ആയിരുന്നു എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. അതേസമയം തന്നെ പാകിസ്ഥാന്റെ ഈ ഗുരുതരമായ ആരോപണം തള്ളി അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടം താലിബാൻ രംഗത്തെത്തിയിട്ടുമുണ്ട്. സത്യത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന്റെ ഭാഗമായാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് താലിബാൻ ഇതിന് കൊടുത്ത മറുപടി. എന്തായാലും പതിവിൽ നിന്നൊക്കെ വിപരീതമായി ഇപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളാവുന്നുണ്ട്. പ്രത്യേകിച്ചും താലിബാൻ ഭരണകൂടം കുറച്ചൊക്കെ പരിഷ്കാരങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ വളരെ ഊർജിതമായി തന്നെ നടത്തുന്നുമുണ്ട്. നേരത്തെ രണ്ട് രാജ്യങ്ങളും തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്നതിൽ മുന്നിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ കുറച്ചൊക്കെ വഴിമാറി നടക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട്. താലിബാൻ സർക്കാരിന് കൂടുതൽ അംഗീകാരം നേടുന്നതിന് വേണ്ടി അവർ ഒരു മാറ്റത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു തുടങ്ങിയ കാലം കൂടിയാണ്. എന്തായാലും ഈ അയൽപക്കത്തെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാവുന്നത് ഇന്ത്യ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഈസിന്റെ മലയാളം.